ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. നമ്മൾ റീറ്റെയിലേഴ്സ് സ്റ്റോക്ക് കണ്ടെത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. എന്നാൽ വളരെ ചീപ്പ് റേറ്റിൽ, എന്നാൽ ചിലത് ഫ്രീ ആയിട്ടും സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുകളിൽ നിന്ന് നല്ല ട്രാക്ക് റെക്കോർഡുള്ള സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. അതിൻ്റെ പേരാണ് സ്മോൾ കേസ്. സ്മോൾ കേസിൻ്റെ പ്രത്യേകത ഒരു ബഞ്ച് ഓഫ് സ്റ്റോക്സ് ആയിരിക്കും. അത് പീരിയോഡിക്കലി റീബാലൻസ് ചെയ്യും. പിന്നെ ഓഫ് കോഴ്സ് അത് സജസ്റ്റ് ചെയ്യുന്നത് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫേം ആയിരിക്കും. അപ്പോൾ വളരെ നല്ല റിട്ടേണും കാര്യങ്ങളും തന്നിട്ടുള്ള സ്മോൾ കേസുകളുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് സ്മോൾ കേസുകൾ പരിചയപ്പെടാം. ഞാൻ ഈ തുറന്നിരിക്കുന്നത് ഏഞ്ചൽ വണ്ണിൻ്റെ ആപ്പാണ്. ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇതിൽ കാണിക്കാൻ പോകുന്ന സ്മോൾ കേസുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇപ്പം നമ്മുടെ അക്കൗണ്ട് എടുത്തവർക്കാണ് എനിക്കത് അയക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് എടുത്ത ആളുകൾക്ക് എനിക്ക് ഇവിടുന്ന് ഇത് അയക്കാൻ സാധിക്കും. ഞാൻ ഏഞ്ചൽ വണ്ണിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എനിക്കിവിടെ കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് വാട്സപ്പായിട്ടോ ഇമെയിലായിട്ടോ ആ സ്മോൾ കേസിൻ്റെ ലിങ്ക് കാര്യങ്ങൾ അയക്കാൻ പറ്റും. അതുപോലെ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ച് നല്ല സ്മോൾ കേസുകൾ പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏഞ്ചൽ വണ്ണിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷനിലാണ്. ഇവിടെ ഹോം ബട്ടൺ കാണാം. ഇനി ഞാനൊന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും താഴേക്ക് പോകണം കേട്ടോ. ഏറ്റവും താഴേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും സ്മോൾ കേസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഞാൻ നേരത്തെ എടുത്ത ഒരു സ്മോൾ കേസിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത്. അപ്പോൾ അത് ടോട്ടൽ റിട്ടേൺ 18% ഉണ്ടെന്നും കറണ്ട് റിട്ടേൺ 16.85% റൺ ചെയ്യാമെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ സ്മോൾ കേസ് എടുത്താണ്. ഇവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഈ താഴെ സ്റ്റാർട്ട് ട്രാക്കിംഗ് സ്മോൾ കേസസ്, ഇവിടെ ഡിസ്കവർ സ്മോൾ കേസസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരുപാട് സ്മോൾ കേസസ് കാണാൻ പറ്റും. അതിലിവിടെ ഓൾ സ്മോൾ കേസസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ കളക്ഷൻസിലും പോയി നോക്കാം കേട്ടോ. കളക്ഷനിൽ പോയി നോക്കാം. അതുപോലെ ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതുണ്ട്. ഫ്രീ ആയിട്ടുള്ള സ്മോൾ കേസസ്, ഈ ഏഞ്ചൽ വണ്ണിൻ്റെ സ്മോൾ കേസസ് ഒക്കെ മിക്കതും തന്നെ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ CAGR റിട്ടേൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഫീസ് കൊടുത്തിട്ടുള്ള സ്മോൾ കേസസ് നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷോ ഓൾ ഉണ്ട്, പിന്നെ ഫ്രീ അസസ് ഉണ്ട്, അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്മോൾ കേസ് ഉണ്ട്, പിന്നെ ഫീ ബേസ്ഡ് സ്മോൾ കേസ് ഉണ്ട്. ഞാൻ ഫീ ബേസ്ഡ് സ്മോൾ കേസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കണ്ടില്ലേ. ആൽഫ പ്രൈം മൊമെൻറ്റം മോഡൽ എന്ന് പറയുന്ന ഒരു സ്മോൾ കേസ്. ഇതിൻ്റെ 2 വർഷത്തെ CAGR നോക്കിയേ, 33.59%. ഇത് പെർ ഇയർ ആണ്. 33.59%. ഭയങ്കരം അല്ലേ. നമ്മുടെ മാർക്കറ്റ് വലിയ രീതിയിലൊന്നും പെർഫോം ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. അതുപോലെ തന്നെ ശരിയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സ്മോൾ കേസ് ഉണ്ട് കേട്ടോ. അതായത് ശരിയ സ്റ്റോക്കുകൾ മാത്രം ഉള്ള സ്മോൾ കേസ്, അതും നല്ല റിട്ടേൺ ആണ്. ഇപ്പോൾ 3 വർഷത്തെ CAGR എന്ന് പറയുമ്പോൾ 24.78% പെർ ഇയർ. അപ്പോൾ എത്തിക്കൽ ഫണ്ടുകളിലും എത്തിക്കൽ കമ്പനികളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ സ്മോൾ കേസ് ഈസി ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി ഒരു ഭീകര സ്മോൾ കേസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ സ്മോൾ കേസിൻ്റെ പേരാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ്. അതിൻ്റെ പേരിങ്ങനെയാണ്, GI മിഡ് ക്യാപ്പ് ഗ്രോത്ത് ചാമ്പ്യൻസ്. ഇതിൻ്റെ CAGR നോക്കിക്കേ, 47.94%. 2 വർഷത്തെ CAGR ആണ്. അത്ര ആയിട്ടുള്ള ഈ സ്മോൾ കേസ് രൂപം കൊണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ സ്മോൾ കേസാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മുടെ ക്ലയൻസിന് ഈ സ്മോൾ കേസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ആപ്പിൽ പോയി ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് അയച്ചാൽ മതി. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തന്നെ എൻ്റെ നമ്പറുണ്ട്, പ്രൊഫൈലിൻ്റെ അവിടെ എൻ്റെ നമ്പർ കാണും. അതിൽ വാട്സപ്പ് ചെയ്യാം. പിന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്യാം. ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ ഉണ്ട് എന്ന് കാണാൻ പറ്റുള്ളൂ. ഇതിൽ സ്റ്റോക്സ് ഉണ്ടാകും, ETFs ഉണ്ടാകും. അപ്പോൾ ഇത് റീബാലൻസ് ചെയ്യുന്ന വിധവും ഇതിൽ പറയുന്നുണ്ട്. സ്മോൾ കേസിൻ്റെ ഒരു പ്രത്യേകത അത് റീബാലൻസ് ചെയ്യുമെന്നുള്ളതാണ്. ഇത് റീബാലൻസ് ചെയ്യുന്നത് മന്ത്ലി ആണ്. ഈ ലാസ്റ്റ് റീബാലൻസ് ചെയ്ത് ഈ മാസം 9-ാം തീയതിയാണ്. അടുത്ത റീബാലൻസിങ് അടുത്ത മാസം ജനുവരി 9-ാം തീയതിയാണ്, 2026. അതുപോലെ ഈ സ്മോൾ കേസ് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. ഇല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ അയച്ചു തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഇവർക്ക് ചാർജ് ഉണ്ട്. 3 മാസത്തേക്ക് 3499 രൂപ. അപ്പോൾ ഒരു മാസം 1200 രൂപയിൽ താഴെ വരുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ സേവനം നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം അല്ലേ, വലിയ ഫീസ് കാര്യങ്ങൾ കൊടുക്കണം. ഇതാകുമ്പം അതേപോലെ തന്നെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് മാനേജ് ചെയ്യുന്ന സ്മോൾ കേസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ട്രാക്ക് റെക്കോർഡും ഉണ്ട്. പിന്നെ ഒരുപാട് സ്റ്റോക്കിലും ETF-ലും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ആകെ 9 സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമുക്കിത് വൺസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ETF ഏതാണെന്ന് കാണാനും പറ്റും. മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. പക്ഷേ മിനിമം എമൗണ്ട് 71,382 രൂപയാണ്. ഇതാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്.
അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ളവരാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇതിൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഞാനിത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. മിനിമം ഇതാണ്. മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ അവരൊക്കെ ചെയ്യുമ്പോഴും കൂടിയ എമൗണ്ടിന് അവർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഭീകര ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇതിൻ്റെ ട്രേഡിങ്ങിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് പ്യുവർലി റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ കൂടുതൽ പ്ലാൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. സി ഓൾ പ്ലാൻസ് ആൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാസത്തേക്കുള്ള ചാർജ് ഓൾറെഡി നമ്മളിവിടെ കണ്ടു. 6 മാസത്തേക്കുള്ള ചാർജ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 1 വർഷത്തേക്കുള്ള ചാർജ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏതാണോ വേണ്ടത് അവിടെ ടിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് നൗ കൊടുത്താൽ മതി. അപ്പോൾ ഈ സ്മോൾ കേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ മാസവും റീബാലൻസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് റീബാലൻസ് ചെയ്യാൻ പറ്റും. പ്ലേസ് ഓർഡർ കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഒരു ഓർഡർ നമ്മളങ്ങ് കൊടുത്തു കഴിയുമ്പോൾ ആ സ്റ്റോക്കുകളൊക്കെ ഒരുമിച്ച് പർച്ചേസ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ലെഡ്ജറിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. കാരണം ഇവിടെ ഈ ഒരു എമൗണ്ട് കണ്ടില്ലേ, ഈ എമൗണ്ടിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് ലെഡ്ജറിൽ കീപ്പ് ചെയ്ത് അങ്ങനെ ബാലൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നിട്ട് മാർക്കറ്റ് ടൈമിൽ അങ്ങ് പർച്ചേസ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇത് കൂടാതെ വേറെയും സ്മോൾ കേസ് ഉണ്ട്. ഏഞ്ചൽ ഫണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ റിട്ടേൺ അല്പം കുറവാണ്. അപ്പോൾ വളരെ വലിയ റിട്ടേൺ കണ്ട ഒരു സ്മോൾ കേസാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒന്ന് പഠിക്കാം. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മെത്തഡോളജി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. യൂണിവേഴ്സ് ഓഫ് നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 കമ്പനീസ്. നിഫ്റ്റി മിഡ് ക്യാപ്പിലെ 150 കമ്പനികളില്ലേ, അതിൽ നിന്നാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. പബ്ലിക്കലി ട്രേഡഡ് സ്റ്റോക്കാണ്. ലിസ്റ്റഡ് ഓൺ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് എടുക്കുന്നത്. 150 കമ്പനികളിൽ നിന്നാണ് എടുക്കുന്ന മിഡ് ക്യാപ്പാണ്. റിസർച്ച്. ദ ടീം ഡസ് ഇൻ ഡെപ്ത് അനാലിസിസ് റിസർച്ച് ടു ഡിസൈഡ് ദ ക്രൈറ്റീരിയ ടു ബി യൂസ്ഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് സ്ക്രീനിങ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പോയിൻറ്റ്സ്. എന്തൊക്കെ പോയിൻ്റ് ആണെന്ന് നോക്കാം. സെയിൽസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ബിസിനസ്, മൊമെൻറ്റം ഇൻ ഏണിങ്സ്, പ്രോഡക്റ്റ് എക്സ്പാൻഷൻ ആൻഡ് ഓഫറിങ്സ്, യുണീക്നെസ് ഇൻ ബിസിനസ് മോഡൽ, ടാർഗറ്റ് മാർക്കറ്റ്സ് ആൻഡ് സൈസ് ഓഫ് മാർക്കറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് സ്ക്രീൻ ചെയ്യുന്നത്. ഇത് തുടർച്ചയായി സ്ക്രീൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് പാരാമീറ്റേഴ്സ് ഒക്കെ ഇവർ കൺസിഡർ ചെയ്യും. സ്റ്റോക്കുകളിലും ETF-കളിലും അപ്ലൈ ചെയ്യും. പിന്നെ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഇവിടെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് ക്വാളിറ്റി, റവന്യൂസ്, ഏണിംഗ് വിസിബിലിറ്റി, മാർക്കറ്റ് സൈസ്, ഗ്രോത്ത് ഇൻ മാർക്കറ്റ് സൈസ്. പിന്നെ റീബാലൻസ്. മന്ത്ലിയിൽ റീബാലൻസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഇത് കണ്ടു കഴിഞ്ഞു. എവരി മന്താണ്, 9th ആണ്. അപ്പോൾ 9th ഇത് റീബാലൻസ് ചെയ്യാനായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട. ഇവരുടെ നോട്ടിഫിക്കേഷൻ വരും, നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചില സ്റ്റോക്കുകൾ ഇത്ര ക്വാണ്ടിറ്റി, ഇത്ര സ്റ്റോക്കുകൾ അത് വിൽക്കും, വാങ്ങേണ്ടത് വാങ്ങും, അങ്ങനെ അത് പക്കയായിട്ട് റീബാലൻസ് ആകും. ഇനിയിപ്പോൾ ഫാക്ട് ഷീറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കീ പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫാക്ട് ഷീറ്റിൽ കാണാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്നതാണ്, വായിച്ച് നോക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതിൽ വീണ്ടും വരുന്നുള്ളതുകൊണ്ട് ഈ ഭാഗത്തും അത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സെക്ടർ ലീഡേഴ്സ് ഇതൊക്കെ കണ്ടില്ലേ. സെക്ടർ ലീഡേഴ്സ് വിത്ത് ഗ്രേറ്റർ ദാൻ 18 to 20% ഗ്രോത്ത്. അതേപോലെ സ്ട്രോങ് പ്രൊമോട്ടർ പ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ്, മൊമെൻറ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്മാർട്ട് മണി ഈസ് ഹിയർ നൗ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് ട്രാക്ക് ചെയ്യാം. ഇതാണ് ഈ നീല കളറിൽ കാണുന്നതാണ് നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ ഗ്രാഫ്. ഇതിന് താഴെ കാണുന്ന ഗ്രാഫ് ഇക്വിറ്റിയുടെ മൾട്ടി ക്യാപ്പാണ്. അപ്പോൾ മൾട്ടി ക്യാപ്പ് ഇൻഡെക്സ് ആണ് ഇതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്, അതുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ബെഞ്ച് മാർക്കിനെ കഴിഞ്ഞൊക്കെ ഭയങ്കര വലിയ റിട്ടേൺ ആണ് ഈ ഒരു സ്മോൾ കേസ് തന്നിരിക്കുന്നത്. ഇനി അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, അതുപോലെ തന്നെ സെബി രജിസ്റ്റേർഡ് നമ്പർ നമുക്കിവിടെ കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നേരെ സബ്സ്ക്രൈബ് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഒരുപാട് സ്മോൾ കേസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. സ്മോൾ കേസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിസ്കവറി പോവുക, എന്നാലും നമുക്ക് സ്മോൾ കേസ് കിട്ടും. ഇവിടെ കണ്ടോ, ഏഞ്ചൽ 1ൻ്റെ കുറേ സ്മോൾ കേസ് ഉണ്ട്. അത് മിക്കതും ഫ്രീ ആണ്. പക്ഷേ CAGR ഒക്കെ നമുക്കിവിടെ ഇതിനൊക്കെ 28.91 ഉണ്ട് 2 വർഷത്തേത്. ഇതിന് കുറവാണ്, 12.65 അത് പല സെക്ടറാണ്. ഇപ്പോൾ ഹൈ റിസ്ക് ഉള്ളതുണ്ട്, റിസ്ക് കുറഞ്ഞതുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ലോ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, ടോപ്പ് ഗെയിനേഴ്സ് ഇൻ ലാസ്റ്റ് ഇയർ, പോപ്പുലർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി, റീസെൻ്റ്ലി റീബാലൻസ്ഡ്, ഇങ്ങനെ നമുക്ക് പല വിൻഡോസ് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. SIPable ഐഡിയാസ്, അതുപോലെ ഇന്ത്യാസ് ഗ്രോത്ത് സ്റ്റോറി, ഡൈവേഴ്സിഫൈഡ് വിത്ത് ഗോൾഡ്, എക്സ്പേർട്ട് പോർട്ട്ഫോളിയോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾ സ്മോൾ കേസിനെ പറ്റിയിട്ട് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക.
അപ്പോൾ ഞാൻ ഇനിയും കൂടുതൽ വീഡിയോസ് സ്മോൾ കേസിനെ പറ്റിയിട്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ റീറ്റെയിലേഴ്സിന് ഒരുപാട് ഇൻഫോർമേഷൻസ് പുറത്തുനിന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് ചീപ്പ് റേറ്റിൽ എക്സ്പേർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്മോൾ കേസ് വളരെയധികം ഉപകരിക്കും. അപ്പോൾ വർഷങ്ങളായിട്ട് സ്മോൾ കേസ് വളരെ പോപ്പുലറാണ്. എന്നാൽ പലർക്കും അതിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു നോളജോ അല്ലെങ്കിൽ ധാരണയോ ഇല്ല. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ സ്മോൾ കേസിൻ്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. സ്വന്തം എടുക്കുന്ന കഴിഞ്ഞും റിസ്ക് കുറവായിരിക്കും സ്മോൾ കേസിൽ എടുക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഓഫ് കോഴ്സ് എന്തായാലും സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ റിസ്ക് ഉണ്ട്, അതില്ലാന്നൊന്നും പറയുന്നില്ല. അപ്പോൾ കുറച്ച് എക്സ്പേർട്ട് ഒപ്പീനിയനിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനിൽ തന്നെ എൻ്റെ നമ്പറുണ്ട്, വാട്സപ്പ് ചെയ്യാം ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് അഡ്വൈസ് തരാനായിട്ട് എനിക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നവർക്കും വാട്സപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.